അച്ഛാ ചാടിച്ചോ ഇതാ കുറച്ച് പരലി ഞാൻ പരലും വാങ്ങി വരുമ്പോ അതാ ഞണ്ടു കൊണ്ടതാണ് ഓളാ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഏതായാലും ഞണ്ടു കൂട്ടൂലല്ല ഞാൻ പരല് വെച്ചിച്ച് വെച്ചോ എടുത്തോടെ പറഞ്ഞേ അമ്മ ചാടിച്ചോ അമ്മ ചാടിച്ചോ ഗുളിയും കഴിച്ചു അതെയാ എന്നാ പോയിക്കോട്ടാ കേൾക്കാം പൊട്ടിച്ചായ രണ്ടു പൊട്ടിച്ചല്ലേ അവിടെ മീൻ കിട്ടിയിട്ടാണ് മീൻ കിട്ടിയിട്ടപ്പുറം കൊണ്ട് കൊടുത്തോണ്ട് നല്ലതാണ് അച്ഛൻ കൂട്ടൂലല്ലേ അച്ഛൻ ഞണ്ട് കൂട്ടൂല ഇത് വായിട്ട് വാങ്ങിയത് നല്ലതല്ലേ അല്ലേ നീ എന്താ പിന്നെ ഇത് വാങ്ങി പറഞ്ഞു ഇതുപോലത്തെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല അല്ലേ ഞണ്ടിന്റെ കാലി പൂച്ചേനെക്കാട്ടി കഷ്ട എന്നെങ്ങനെയാ വെക്കുന്നത് മെത്തിച്ച് വെച്ചാൽ രസം ഉണ്ടാവില്ലല്ലേ കുരുമുളക് പരട്ടല്ലേ പിള്ളമാരും ഇല്ലാന്ന് അല്ലേ പിള്ളമാരെല്ലാം കണ്ടങ്കാളി പോയി ചൈലി അതൊരു ഏച്ചി വന്നിയല്ല അപ്പൊ ഓള് കൂട്ടിട്ട് പോയി അങ്ങോട്ടി ഞാൻ സഹായിക്കണ ഇലയാ മുറിച്ചോണ്ട് നീ പറയുമ്പോ കേക്കാൻ സമയമില്ലല്ലോ കറി ആവക്കണ നിനക്കെന്താ പണി കൊറച്ച് വൈകാൻ സാരമില്ല അച്ഛൻ കൂട്ടൂല ഏതായാലും അച്ഛന് പരല് വെച്ചിട്ട് കൊടുക്കുവല്ലോ അമ്മ കൂട്ടണേ അമ്മക്ക് കൊണ്ട് കൊടുത്തേ ആ വേഗപ്പെണ്ണാടേ പോയി നീ ഓളെ കാണുന്നില്ല ഇന്ന് ഇങ്ങോട്ട് ഉണ്ടായിനാ കൊടിയെല്ലാം മുറിച്ചിട്ടാ വന്നിനി ഒരു കഷ്ണം അതിന്റെ ഒപ്പം കൂട്ടി മുറിക്കണം പറഞ്ഞേ കൊടിയില് മുറിച്ചൂടെ ഒരു കഷ്ണം മുറിക്കും വേണം എന്നാ ഇതാ മതിയാ മതിയാ കൊടിയില പറഞ്ഞാൽ അത് മോശം പായാണ് അതുകൊണ്ടാ കൊടിയില മുറിച്ചു നീ അല്ലാതെ നല്ല പഴയ ഉണ്ടല്ലോ നല്ല പഴയ ഞാൻ മുറിക്കുവാ ഞാൻ പൊട്ടനാ എന്നാ ഞാൻ പിടിക്കാൻ കൊണ്ടാ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കണ മുറിക്കുമ്പോ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കണ നിങ്ങൾക്കറിയാ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ ആക്കണം പറയും അമ്മ ആക്കണം പറയും അല്ലേ കൊടിയില അല്ല അച്ഛൻ നമുക്ക് മോശാന്ന് പറയുന്നുണ്ട് എനക്കറിയില്ല എനക്കൊന്നും വിശ്വാസമൊന്നും നിനക്കുണ്ടാ എന്താ നമ്മ സാധനം എന്നാ പിന്നെ കറിയാക്കട്ടെ വാ 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 ഓ അപ്പം വൈകി എത്തിയിട്ടുണ്ട് എടാ ഇനി വീട്ടിൽ പോയിണേ ഓ വൈകൊക്കെ കളിക്കാൻ ആരുമില്ല നക്ഷു കണ്ടങ്ങാളി പോയോണ്ട് അല്ലേ തായക്കൊന്നും പോയിട്ടാണ് തായക്കൊന്നും പോയിട്ടാ കളിക്കാൻ ഇതല്ലേ ഇനി ചെമ്മീൻ റോസ്റ്റ് ആക്കാം അല്ലേ ചെമ്മീൻ വരട്ടിയത് അല്ലേ അപ്പൊ ഇതിൽ കൊണ്ടുവന്ന ചേരുവെള്ളം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 തക്കാളി ഉണ്ട് വലിയ 2-3 സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില അല്ലേ കറിവേപ്പില നോക്കാം അല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇല്ലേ 3 ചെറിയ ഉള്ളി ഇതൊന്ന് ചതക്കട്ടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അല്ലേ അപ്പൊ ഇതിവിടെ ചതച്ച് വെച്ചിട്ടുണ്ടേ ഇനി അടുത്തത് കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരക ഇതൊന്ന് പൊടിച്ചെടുക്കാം അല്ലേ ഇതൊന്ന് പൊടിച്ചെടുക്കാം എന്നാ പിന്നെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് അല്ലേ ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി
വെളിച്ചെണ്ണ പുതിയ കയ്യിലെടുത്തു മരക്കൈയിൽ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് അല്ലേ. അത് ചെറിയ ഉള്ളി. അതവിടെ സവാള വെല്ലുള്ളി എന്ന് പറയുന്നത്. ഇങ്ങോട്ടാണ് പറയില്ല, ഇങ്ങോട്ട് ഉള്ളി തന്നെ പറയില്ല. ഉണ്ട് ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തരണേ. അങ്ങനത്തമ്മ ഈ ഉള്ളിക്ക് പ്ലാവുള്ളി എന്നും പറയുന്നുണ്ട്. ഉണ്ട് ഇട്ടിട്ട് കൊടുക്കേ. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കറിവേപ്പില ഇടാം അല്ലേ ചേട്ടാ? നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൊണ്ട് ഇടാം. നല്ല ഒട്ടി വാടിയല്ലേ. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഏതാണ്? കാശ്മീരി. സാദാ മുളക് പൊടി, മല്ലിപ്പൊടി അടുത്തെന്നാ ഇത് നമ്മൾ പൊടിച്ചു വെച്ചതല്ലേ. കുരുമുളകും പെരിഞ്ചീരകം പൊടിച്ചതാണ്. കുറച്ച് ഗരം മസാല കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഇടും മതിയല്ലേ മണത്തിന്. അപ്പോൾ നമ്മുടെ മസാല ആയിട്ടുണ്ട് അല്ലേ, റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ അടുത്തത്? ഇത് മതി. നല്ല മസാല, നല്ല മണം വന്നു. ഇതിലേക്ക് നമ്മുടെ ഞണ്ട് അല്ലേ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. കട്ടി അങ്ങനെ നല്ല സൈഡിൽ കിട്ടും. മസാല ഒന്ന് പിടിപ്പിക്കും. മസാല ഒന്ന് പെരങ്ങിട്ടല്ലേ. കറണ്ട് ആദ്യം പോയിട്ടായി കുറേ വട്ടമായി കറണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഞണ്ട് മസാലയിൽ നല്ല വൃത്തി കുളിച്ചിരിക്കുന്നുണ്ട്. ഇത് ഇതേപോലെ കുറച്ച് സമയം നോക്കാം, ഇളക്കണം, അടി പിടിക്കാണ്ട് നോക്കണം അല്ലേ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞണ്ട് നല്ല മസാലയിലും പിടിച്ചിട്ടുണ്ട് ഞണ്ടിൽ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ടേ. നോക്കണേ, മതിയാ? ഉപ്പ് കുറവുണ്ടേ, ലേശം ഉപ്പിടുക. അടച്ചു നോക്കാം അല്ലേ. കുറച്ച് സമയേ ഇതായി നോക്കട്ടെ, എടുത്തു നോക്ക്. നല്ല വൃത്തി എല്ലാം വെറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല മസാല അല്ലേ. പുകയായതുകൊണ്ട് ഒന്ന് വൃത്തി മനസ്സിലാവൂലേ. പുകയുണ്ട് എൻ്റെ. എന്നാ എടുത്തു വെച്ചോ, സമയം കളയണ്ട. എന്നാ പിന്നെ ഒരു പൊടി പെരക്കാം അല്ലേ. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതായി മതി മതി മതി. പറ്റ് പറ്റ വേണ്ട. മതി മതി മതി. കുറച്ചിൻ്റെ ഗ്രേവി എടുക്കുക. നല്ല ചൂടുണ്ട്. രാത്രിയാവുമ്പോൾ കുറച്ച് കളറിങ്ങനെ കുറഞ്ഞ പോലെ തോന്നൂല്ലേ.
നിനക്ക് പുളിശ്ശേരി ഒന്നും വേണ്ട. പുളിശ്ശേരി വേണ്ട, നമുക്ക് ഇത് മാത്രം മതി. നല്ല ഗ്രേവിയെ, നല്ല എരിവുണ്ട്. നല്ല ചൂട്. എന്തിനാ കൂടുതൽ കറി? ചൂടായോണ്ട് ഒട്ടിച്ച് തിന്നല പണി. നല്ല ചൂട്. എന്നിട്ട് ഞണ്ട് കൂട്ടാൻ അറിയില്ല അല്ലേ? ഞണ്ട് കൂട്ടാൻ നല്ല പുയ്യാപ്പയില് പൊളിച്ചൊളിച്ച് തിന്നോലെല്ലാം ഞണ്ട് കൂട്ടല്. ഞണ്ട് ഉണ്ടല്ല, ആ കഷ്ണത്തിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ നിന്ന് നല്ല ക്ഷമയോട് കൂടി എടുക്കണം. എനിക്ക് നല്ല ചൂട്. ഇത് കയ്യെല്ലാം ഇവിടെ ഉണ്ട്. കാല് ഞാൻ എല്ലിന്റെ ആ ഒരു മോനെ ഞാൻ തച്ചുടച്ചതാണ്, അത് കിട്ടും. ഗ്രേവി സൂപ്പർ കേട്ടാ. പൊറോട്ടകൾ നല്ല രസമായിരിക്കും. ഷാപ്പിലൊക്കെ അറിയാനാ, ഷാപ്പിലൊക്കെ അറിയാനാ. ഷാപ്പിൽ പോയിണ്ടാ? ഷാപ്പിലെ കറി കൂട്ടി കൂടുക. കള്ളു കുടിക്കാൻ ആള് ഷാപ്പിൽ പോകുന്നു. എത്ര പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ഷാപ്പിന്ന്. ആടെ എന്നപ്പൊക്കെ ഉണ്ടാവില്ല കേട്ടാ. ചോറുണ്ടാവുക? ചോറല്ല, കപ്പ, കപ്പി ഉണ്ടാവും, കാച്ചിലുണ്ടാവും, അങ്ങനത്തെ വെറൈറ്റി നല്ല കറിയല്ലേ. നല്ല ഇതുപോലത്തെ കറിയും ഉണ്ടാവും. നല്ല എരിവിൻ്റെ കറി. കള്ള് വേണ്ടുന്നവർക്ക് കള്ളു കുടിക്കുക, കള്ളു കുടിക്കാത്തവർക്ക് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ഞാൻ കഴിക്കട്ടെ, കുറച്ച് പണിയുണ്ട്. ഓക്കെ.